ഞങ്ങൾക്ക് സ്റ്റോക്ക് ചെക്ക് ചെയ്യണം. നീ പോയി സാറിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ടോ. ബാഗ് എടുത്തു നോക്കി, 2-3 അപ്പുറത്ത് നോക്കി. നിന്നോട് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാൻ മറന്നു. സാറിന് ചായയാണോ വേണ്ടത്, കോഫിയാണോ വേണ്ടത്? എന്തായാലും മതി, നീ പോയി എടുത്തിട്ട് വാ. എന്ന് വെച്ച് ഫ്ലാസ്കിലുള്ളത് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊണ്ടുവരരുത്. ചായ ആയാലും കോഫി ആയാലും വേറെ ഇട്ട് കൊണ്ടുവരണം. പാലും പഞ്ചസാരയൊക്കെ നല്ലോണം ഇട്ടോ. സമയം എടുത്ത് ചെയ്താ മതി, മനസ്സിലായോ? ഞാൻ പേടിച്ചു പോയി. നീ എന്തിനാ പേടിക്കണേ? പേടിക്കേണ്ടത് അവളല്ലേ. നീ ബാക്കിയുള്ള ഡ്രസ്സൊക്കെ എടുത്ത് അവള് വേസ്റ്റ് ഇടുന്ന ബിന്നി കൊണ്ടിടും. കാര്യം ഇത് മുക്ത മാഡത്തിന്റെ ഐഡിയ ആണെങ്കിലും ഇത് വർക്കൗട്ടാവും. കാരണം കള്ളിയാണെന്ന് തെളിവ് സഹിതം സ്ഥാപിച്ചാൽ ആരും അവളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവില്ല. പക്ഷേ സാർ, എല്ലാവരുടെ അഭിപ്രായത്തിൽ പാർവതി ഒരു പാവമാ. അവൾ ഇത്രയും കണ്ണിങ്ങായി മോഷണം ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? എല്ലാ കള്ളന്മാരും അങ്ങനെയാടാ. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞിരിക്കും. കൂടെ പൊറുക്കണ ഭാര്യ പോലും ഭർത്താവ് കള്ളനാണെന്ന് തിരിച്ചറിയുന്നത് അയാള് പിടിക്കപ്പെടുമ്പോഴാ. നല്ല കുട്ടിയായിട്ട് അഭിനയിച്ച് പാർവതി പറ്റിക്കുകയായിരുന്നെന്ന് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെയാ മുക്ത മാഡം ഈ ഒരു വഴി പറഞ്ഞു തന്നത്.